വയനാട്ടിൽ പ്രതിഷേധം അടങ്ങുന്നില്ല. ബത്തേരിയിൽ ആരാക്രമണവുമായി ബന്ധപ്പെട്ട് ഒരാൾ മരിച്ച സംഭവത്തിൽ UDFന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ പ്രതിഷേധം പല കോണുകളിൽ നിന്നും സർക്കാരിന്റെ പിടിപ്പുകേടിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു എന്ന കടുത്ത വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇംതിയാസ് ചേരുന്നുണ്ട്. ഇംതിയാസ്, നേരത്തെ ആശുപത്രിയിൽ നിന്നും മൃതദേഹം ഇറക്കിയ സമയത്തും പ്രതിഷേധമുണ്ടായി. സർക്കാരിൻ്റെയും സംവിധാനങ്ങളുടെയൊക്കെ തന്നെ പിടിപ്പുകേടിൽ മറ്റൊരു ജീവൻ കൂടി പൊലിയുമ്പോൾ എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDF എന്ന സംവിധാനം രംഗത്ത് വരുന്നത്? ഇംതിയാസ്. പ്രജീഷ്, അല്പസമയം മുൻപാണ് ബത്തേരിയിലെ വൈൽഡ് ലൈഫ് വാർഡൻ കാര്യാലയത്തിന് മുൻപിലേക്ക് UDF പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. കാട്ടാനാക്രമണത്തിൽ മരിച്ച മാനുവിന്റെ കാര്യത്തിൽ, അവരുടെ കുടുംബത്തിന്റെയൊക്കെ കാര്യത്തിൽ അർഹമായ നഷ്ടപരിഹാരം തുടങ്ങിയ കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരുത്തണം എന്നാണ് ഈ പ്രതിഷേധക്കാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. നേരത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഈ മാനുവിന്റെ മൃതദേഹവുമായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആംബുലൻസ് തടഞ്ഞുകൊണ്ട് ഈ പ്രവർത്തകർ, പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ പോലീസുമായിട്ട് വാക്കേറ്റം ഉണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് വരെ പോകുന്ന കാര്യങ്ങളുണ്ടായി. പിന്നീട് ബലം പ്രയോഗിച്ചാണ് അവിടെ നിന്നും പ്രവർത്തകരെയെല്ലാം മാറ്റിക്കൊണ്ട് ആംബുലൻസ് വെള്ളരിയിലെ വീട്ടിലേക്ക് പോയത്. ഇപ്പോൾ ഈ DCC നേതൃത്വം അടക്കമുള്ളവർ വന്നുകൊണ്ടാണ് ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിലെ ഈ ഓഫീസിന് മുൻപിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഇതിൽ നേരത്തെ തന്നെ ഈ പ്രതിഷേധത്തിന് തൊട്ടു മുൻപ് തന്നെ DCC സെക്രട്ടറി അടക്കമുള്ളവർ ഈ ഓഫീസിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് അവരെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞതിൽ പ്രതിഷേധിച്ച ഒരു കയ്യാങ്കളിയൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അല്പസമയം മുൻപാണ് നടന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു 15ഓളം UDFന്റെ പ്രവർത്തകർ തന്നെ വന്നുകൊണ്ട് ഇപ്പോൾ ഇവിടെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് നേരത്തെ പ്രഖ്യാപിച്ച ഈ 5 ലക്ഷം നഷ്ടപരിഹാരമായിട്ടുള്ള 5 ലക്ഷം, അതുപോലെ തന്നെ ഇവിടെ നിരന്തരമായിട്ടുണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷം, ഇതിലൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം. കാരണം പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും ഒരു വന്യജീവി പ്രശ്നം വരുമ്പോൾ ആ സമയത്ത് മാത്രം ഒരു ഇടപെടൽ ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകണമെന്നാണ് ഈ പ്രതിഷേധക്കാർ പ്രധാനമായും ആവശ്യപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഓഫീസിന് മുൻപിൽ UDF നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.